ഹരഹര മഹാദേവ. ഇതാണ് ശംഖവിളയൻപാറ ശ്രീ മഹാദേവ ക്ഷേത്രം, ശ്രീ മലയച്ചൻ്റെ മൂലസ്ഥാനം. ഹരഹര മഹാദേവ. അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രം. വന്നതുണ്ട്. അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. ക്ഷേത്ര കവാടമാണ്. കവാടത്തിൽ നമ്മൾ നേരെ മുകളിലോട്ട് കയറിയത്. ക്ഷേത്രം ഒരു പാറയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു കൊടിമരം നമ്മളെ കയറുമ്പോൾ തന്നെ, പടി കയറി ചെല്ലുമ്പോൾ തന്നെ കാണുവാൻ പറ്റുന്നു. അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റേജും അതിമനോഹരമായിട്ടുള്ള കണ്ടില്ല, പാറക്കെട്ടിൻ്റെ മുകളിലാണ്. നടപ്പന്തൽ ഇല്ലേ, വളരെ പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കാവ്. കൽവിളക്കൊണ്ട് അതിമനോഹരമായിട്ട് നാഗരാജാവീശ്വരണം, നാഗ്യക്ഷമീശ്വരണം. പാറയുടെ മുകളിൽ തന്നെയാണെങ്കിൽ എല്ലാം പൂത്തുലഞ്ഞ് ഇതൊക്കെയാണ്. മനോഹരമായില്ല, വളരെ പഴക്കം ചെന്നൊരു ആല് കാണാം. ആല് ഇതും പാറയാണ്, കണ്ടില്ലേ? പാറയുടെ മുകളിൽ തന്നെയാണ് ഈ ആല് കളിച്ചിരിക്കുന്നത്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ ക്ഷേത്രം. ശ്രീകോവിൽ മേൽമൂടിയില്ലാത്ത ക്ഷേത്രമാണ്. കണ്ടില്ലേ, മേൽമൂടിയിൽ കിടപ്പള്ളി. വളരെ സ്ഥല സൗകര്യങ്ങളുണ്ട്. അന്നദാന മണ്ഡപം ഇതൊക്കെ അവിടെ കാണാം. വളരെ സ്ഥല സൗകര്യം, ധാരാളം സ്ഥലങ്ങളുണ്ട്. പാറയാണെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇപ്പം പുതുതായിട്ട് പണി തീർത്ത പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശിവപാർവതി ക്ഷേത്രമാണിത്. ശിവനും പാർവതിയും കൂടിയുള്ള ഒരുമിച്ചുള്ള ക്ഷേത്രമാണിത്. പണി തീർന്ന് കിടക്കുകയാണ്. മാർച്ച് 8 തീയതിയാണ് പ്രതിഷ്ഠ. അത് നല്ല ഭംഗിയായിട്ടാണ്, കൃത്യമായിട്ട് തന്നെ പണി തീർത്തിട്ടുള്ളത്. ഇതെല്ലാം പണി ചെയ്തിട്ടുള്ള ഈ പാറയുടെ മുകളിലാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതില്ലേ, അല്പം പോലും മണ്ണില്ലാത്ത പാറയുടെ മുകളിൽ തന്നെയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. നല്ല വിശാലമായിട്ടൊരു ക്ഷേത്രം, വിശാലമായിട്ടൊരു അന്തരീക്ഷമാണ്. ചൈതന്യം കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്.
ദൂരസ്ഥലങ്ങളിൽ നിന്നും വളരെയേറെ ഭക്തജനങ്ങൾ ദിനം തോറും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാട് അടുക്ക്, അതുപോലെ കറുത്ത കച്ച, ഇതാണ് പ്രധാന വഴിപാട്. ഇത് നടക്കാത്ത കാര്യങ്ങൾ നടക്കുമെന്നുള്ള അടുക്ക് വഴിപാടായി സമർപ്പിച്ചു കഴിഞ്ഞാൽ. ഹരഹര മഹാദേവ. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം തന്നെയാണ്, ഒരു ക്ഷേത്രം തന്നെ. ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരുവാൻ എന്തെങ്കിലും നോക്കുക. ചെങ്ങന്നൂരിൽ നിന്നും കോഴഞ്ചേരിക്കുള്ള റൂട്ടിൽ ആറാട്ടുപുഴ ജംഗ്ഷനിലിറങ്ങി ആറാട്ടുപുഴയിൽ നിന്ന് കുമ്പനാടേക്കുള്ള വഴിയിൽ തിരിഞ്ഞ് ഏകദേശം ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ കാണാം. എല്ലാ ഭക്തജനങ്ങൾക്കും സർവീശ്വര്യം പ്രദാനം ചെയ്യട്ടെ. ചെങ്കോളൻ പാറയിൽ നിന്നും ശിവയോഗി യോഗശാസ്ത്രസ്വാമികൾ പന്തളം. എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലെത്തുന്നതായിരിക്കും. തിരുമണീയമായ ക്ഷേത്രം തന്നെയാണ്. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ, സർവേശ്വര.